എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരീസഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവ് യേശു ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 13 വാക്യങ്ങൾ. ഹല്ലേലൂയ. അക്കാലത്ത് യഹോവ മോശയോടും അഹറോനോടും അരുളി ചെയ്തു, നിങ്ങൾ ഇസ്രായേൽ ജനങ്ങളോട് പറയുക, ഓരോരുത്തരും ഓരോ കുഞ്ഞാടിനെ എടുത്ത് അതിനറുത്ത് അവൻ്റെ രക്തം നിങ്ങളുടെ വീടുകളുടെ കതകിന്മേൽ പുരട്ടുവാൻ. രാത്രിയിൽ ഞാൻ ഈജിപ്തിനെ ശിക്ഷിക്കുമ്പോൾ നിങ്ങൾ ആ ശിക്ഷയിൽ നിന്നും വിടുവിക്കപ്പെടും. സംഹാരകൻ നിങ്ങളെ കടന്നു പോകും, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഹല്ലേലൂയ. പെസഹ എന്നത് ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ ദിനമായിരുന്നു. അടിമത്തത്വത്തിൽ നിന്നുള്ള വിടുതലായിരുന്നു. വാഗ്ദാന ദേശത്തേക്കുള്ള പുറപ്പെടലായിരുന്നു. ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ തുടക്കമായിരുന്നു. ഹല്ലേലൂയ. അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായിരുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 സ്നാപകയോഹന്നാൻ കർത്താവ് യേശുക്രിസ്തുവിനെ നോക്കി പറയുന്നു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരാ സഹോദരി, കർത്താവ് കഴുതപ്പുറത്ത് വിനീതനായി നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കവനെ സ്വീകരിക്കാം. അവന്റെ രക്തത്തിലൂടെ നാം വീണ്ടെടുക്കപ്പെട്ടു. അവന്റെ രക്തം നമുക്ക് ചുറ്റും രക്ഷയായി ഉണ്ട്. ആകയാൽ ഒരനർത്ഥവും നമ്മെ തൊടുകയില്ല. അവന്റെ രക്തത്തിലൂടെ നാം ദൈവത്തിന്റെ മക്കളായി തീർന്നു. ആകയാൽ വീണ്ടും പാപം ചെയ്ത് സ്വർഗത്തിലേക്കുള്ള നിത്യത്തിലേക്കുള്ള വഴിയിൽ നിന്ന് മാറാതെ നിത്യതയെ നോക്കി യാത്ര ചെയ്യുവാൻ നമുക്കാകണം. ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാം. കർത്താവേ, അവിടുത്തെ ഈ ദിനം ഇസ്രായേൽ ജനങ്ങളെ ഈജിപ്തിൽ നിന്നും തൻ്റെ കരത്തിൻ്റെ ശക്തിയാൽ വിടുവിച്ചുവല്ലോ, അവരെ വാഗ്ദാന ദേശത്തേക്ക് ആനയിച്ചുവല്ലോ. കർത്താവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ഞങ്ങളെ മുദ്രയിട്ട് അവിടുത്തെ വാഗ്ദാന ദേശമാകുന്ന നിത്യത്തിലേക്ക് ഞങ്ങൾ നടത്തണമേ. ഞങ്ങളെ വിശ്വാസത്തെ ബലപ്പെടുത്തണമേ. ഞങ്ങളെ സംരക്ഷിക്കണമേ. സർവ്വ അനർത്ഥങ്ങളും ഞങ്ങളെ കടന്നു പോകട്ടെ. ഞങ്ങളെ ഭവനത്തെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും എല്ലാവരെയും സംരക്ഷിക്കണമേ കർത്താവേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി കർത്താവേ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.